ബ്ലെസ്ഡ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 53 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പോർഷൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ പറയുന്നു. യോശുവ 22 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളും ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം, ലൂക്കോസ് 9-ാം അധ്യായം, ഇതിൽ നിന്നുമായിരുന്നു ഇന്നലെ 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ആൻസേഴ്സ് റിവീൽ ചെയ്യാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, യഹോവ ആരുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു. ഉത്തരം യഹൂദ. ന്യായാധിപന്മാർ 1:19. യോസേഫ് ഗ്രഹത്തോട്. ന്യായാധിപന്മാർ 1:22. ഈ 2 ഉത്തരങ്ങളാണ് അതിന്റെ ആൻസർ കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കനാന്യരോട് യുദ്ധം ചെയ്യേണ്ടതിന് യഹൂദ സഹായത്തിന് ക്ഷണിച്ചത് ആരെ എന്നുള്ളതായിരുന്നു. ഉത്തരം തന്റെ സഹോദരനായ ശിമയോനെ എന്നുള്ളതായിരുന്നു. ന്യായാധിപന്മാർ 1:3 ഈ ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു, പാഠഭാഗത്ത് ഒരു മൃഗത്തെയും അത് വസിക്കുന്ന പാർപ്പിടത്തെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഏതാണത് എന്നുള്ളതായിരുന്നു. ഉത്തരം മൃഗം കുറുനരി, പാർപ്പിടം കുഴി. ലൂക്കോസ് 9:58 ഉത്തരം കാണാൻ പറ്റുന്നത്. ഒരു വാക്യത്തിൽ ഒരു വ്യക്തിയുടെ പേരും ആ പേരിനകത്ത് കാണുന്ന സ്ഥലപ്പേരുമുണ്ട്, ഏതാണത് എന്നുള്ളതായിരുന്നു. വ്യക്തി അദോനി ബേസക്, സ്ഥലം ബേസക്. ന്യായാധിപന്മാരുടെ പുസ്തകം 1:5 വാക്യത്തിലാണ് ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, യോശുവ ഇസ്രായേൽ ജനത്തിന് ഒരു സ്ഥലത്ത് വെച്ച് 2 കാര്യങ്ങൾ ഉറപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ സ്ഥലപ്പേരിൽ ഒരു പുരുഷനാമവും ഉണ്ട്, ഏതാണ് സ്ഥലം? ഉറപ്പിച്ചു കൊടുത്ത 2 കാര്യങ്ങൾ ഏവ? പുരുഷന്റെ പേരെന്ത് എന്നുള്ളതായിരുന്നു ചോദ്യം. സ്ഥലം ഷേഖേം. ഉറപ്പിച്ചു കൊടുത്ത 2 കാര്യം, ഒരു ചട്ടവും പ്രമാണവും എന്നുള്ളതാണ്. പുരുഷൻ ഷേഖേം ഹാമോരിന്റെ മകനാണ്. ഇത് നമുക്ക് കാണാൻ പറ്റുന്ന റെഫറൻസ് യോശുവ 24:25-32 വാക്യങ്ങളിലാണ് കേട്ടോ. അപ്പൊ ഇതായിരുന്നു ഇന്നലെ ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ്. കറക്റ്റ് ആയിട്ട് ഉത്തരം അയച്ചിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങൾക്ക് ഇപ്പോൾ സമ്മാനം കിട്ടിയില്ലെങ്കിലും വിഷമിക്കേണ്ട, നിങ്ങളുടെ പോയിന്റ്സ് ആഡ് ആവുന്നുണ്ട്. അപ്പൊ നമുക്കത് ഫൈനൽ പ്രൈസിലേക്ക് നിങ്ങളുടെ ദൂരം കുറയ്ക്കുന്ന ഒരു കാര്യമാണ്. അടുത്ത പോർഷൻ പറയുന്നു, ന്യായാധിപന്മാർ 2 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളും ലൂക്കോസ് 10-ാം അധ്യായത്തിൽ നിന്നുമായിരിക്കും 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. എല്ലാവരും വായിച്ച് തയ്യാറായിക്കോളൂ. ഒരു കാര്യം കൂടെ, നമ്മളിതിൽ സപ്പോർട്ടിംഗ് റെഫറൻസ് ആയിട്ട്, അതായത് പോർഷനകത്തുള്ളതല്ല പുറത്തുള്ള റെഫറൻസ് പറയുന്നുണ്ട്, പക്ഷെ അത് നിങ്ങൾ എഴുതേണ്ട കാര്യമില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഈ സപ്പോർട്ടിംഗ് റെഫറൻസ് പറയുന്നത് കേട്ടോ. കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഞാൻ ആൻസർ പറഞ്ഞപ്പോൾ അങ്ങനത്തെ റെഫറൻസ് ഉണ്ടായിരുന്നു. അത് കേട്ട് നിങ്ങൾ ടെൻഷൻ ആവണ്ട. പോർഷനകത്തുള്ള ഉത്തരം മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി, ആ റെഫറൻസ് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. ബാക്കിയുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ് ബാക്കിയുള്ള റെഫറൻസ് ജസ്റ്റ് ആഡ് ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. Till then, it's me Angel signing off. Bye and take care.